മാഡം സോറി. എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്താ കാര്യം എന്ന് വെച്ചാ പറ. പറയേണ്ട സമയമൊക്കെ കഴിഞ്ഞുപോയി. സന്തോഷം പങ്കുവെക്കാൻ കഴിയാത്തവന് പിന്നെ സങ്കടവും പങ്കുവെക്കാൻ കഴിയില്ലല്ലോ. എന്ത് സങ്കടം? അത് ചോദിക്കാനുള്ള സമയവും ഇപ്പൊ കഴിഞ്ഞു പോയല്ലോ മാഡം. നീ പറയുന്നത് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ദയവേത് ഇവിടെ നിന്ന് പോയി തരാവോ പ്ലീസ്? ഞാനിപ്പോ തന്നെ പൊക്കോളാം മാഡം. മാഡത്തിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ പറ. കൊച്ചുമുതലാളിയെ മാഡം ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കല്യാണം കഴിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരും മാഡത്തിനോട് വല്ലാതെ ക്ലോസ് ആയിരിക്കും. മാഡം അദ്ദേഹത്തിനോട് എല്ലാ കാര്യവും ഷെയർ ചെയ്യുമല്ലോ. അപ്പോ നമുക്കിടയിൽ സംഭവിച്ചതൊന്നും അപ്പൊ തുറന്നു പറയാൻ നിൽക്കരുത്. അതെല്ലാം നമ്മുടെ ഉള്ളിലിരിക്കട്ടെ. നമുക്ക് രണ്ടുപേർക്കിടയിൽ സംഭവിച്ചതോ? നീ എന്തേ പറയുന്നേ? അതായത് ഞാൻ നിങ്ങളുടെ പുറകെ നടന്നതും ശല്യപ്പെടുത്തിയതും നിങ്ങളോട് സംസാരിച്ചതും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കയറി എന്തൊക്കെയോ ചെയ്തതും ഇതൊന്നും ഒരിക്കലും കൊച്ചുമുതലാളിയോട് പറയരുത് മാഡം. അവർക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമുള്ളതുകൊണ്ടാ. ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ എന്നെ നന്നായി നോക്കിയിട്ടുള്ളവരാണ്. എന്നാലിപ്പോ അവർ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെ ഞാൻ ശല്യപ്പെടുത്തി എന്നറിയുമ്പോ വല്ലാത്ത വിഷമായിരിക്കേ. അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ടാ. മാഡം മാഡം എങ്ങനെ മിണ്ടാതിരിക്കില്ലേ? ഈ സൈലൻസ് ആണ് എന്നെ ഇങ്ങനെ ആക്കിയത്. അത് പിന്നെ ചൊല്ലില്ലേ, മൗനം വിദ്വാന് ഭൂഷണം. അത് കേട്ടിട്ടില്ലേ? എല്ലാ സമയത്തും മൗനം ഭൂഷണമായിരിക്കില്ല. മാഡം ദേവി അത് കൊച്ചുമുതലാളിയോടൊന്നും പറയരുത്. അവരെയൊക്കെ വേദനിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. ഞാൻ കൈകൂപ്പി അപേക്ഷിക്കാം. അയ്യോ, അല്ല മോനെ, ഈയിടെയായിട്ട് നീ നിന്റെ രാജകുമാരിയുടെ ഫോട്ടോ ആണല്ലോ വരയ്ക്കുന്നത്. അങ്ങനെയൊന്നുമല്ല അങ്കിളെ. ഇത് ശിവ അങ്കിള് ഒരു പെൺകുട്ടിയുടെ സ്കെച്ച് വരയ്ക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. അങ്കിള് പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ബട്ട് എന്താണെന്നറിയില്ല, വരച്ചു വന്നപ്പോ ശിവാനിയെ പോലെയായി. അതെന്താ അങ്ങനെ സംഭവിച്ചെന്നറിയില്ല. എടാ, അവരെന്താ പറഞ്ഞത് നീ എങ്ങനെയാ വരച്ചിരിക്കുന്നത്? എന്നാലും എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. അവര് കണ്ണ്, മൂക്ക്, വായ് എല്ലാം കറക്റ്റായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാ. അവര് പറഞ്ഞത് എങ്ങനെയാണോ അത് തന്നെ ഞാൻ വരച്ചത്. ആക്ച്വലി വരച്ചുകൊണ്ടിരുന്നപ്പോ എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ ചോദിച്ച് കൺഫേം ചെയ്തതുമാണ്. പക്ഷേ അവര് അത് തന്നെ വീണ്ടും പറഞ്ഞത്. അല്ല, അവരെന്തിനാ നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ചിത്രം വരയ്ക്കാൻ പറയുന്നത്? അവർക്കെന്താ വട്ടാ? ചോദിച്ചപ്പോ എന്തോ ജ്വല്ലറി ആഡിന്റെ മോഡലാന്നാ പറഞ്ഞു. പിന്നെ ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല. ഞാൻ ഇത് വരച്ചു വന്നപ്പോ ശിവാനിയുടെ പോർട്രേറ്റ് പോലെ തോന്നി. എന്താ എന്റെ മോനെ, ഇതൊക്കെ കണ്ട പിന്നെ ചിരിക്കാതെ എന്താ ചെയ്യാ? നീ എന്താ മോനെ ഇങ്ങനെ? വളരെ മോശമായിപ്പോയി. ശിവ അങ്കിളാണെങ്കിൽ ഈ വരച്ചത് കണ്ടുമില്ല. അങ്കിളത് കണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. എനിക്കൊരു കൺഫർമേഷൻ കിട്ടുമായിരുന്നു. പോട്ടെ, വിട്ടേക്ക്. അയാൾക്ക് അല്ലെങ്കിലേ സുഖമില്ല. ഇനിയിപ്പോ ഇങ്ങോട്ടൊക്കെ വരുമല്ലോ, അപ്പൊ കാണിക്കാം. വിട്ടേക്ക്. ഞാൻ ഇല്ലാത്തപ്പോഴാണ് അവരിങ്ങോട്ട് വരുന്നെങ്കിൽ അങ്കിൾ ഉറപ്പായിട്ടും ഞാൻ ഈ വരച്ച കാണിച്ചു കൊടുക്കും. ആയിക്കോട്ടെ മോനെ, കാണിച്ചേക്കും. മാഡം, ഇതുവരെ സംഭവിച്ചതിൽ തെറ്റല്ല എന്റെ ഭാഗത്ത്. ഞാനേ
എന്റെ യോഗ്യത എന്താണെന്ന് മനസ്സിലാക്കാതെയാ മോഹിച്ചു പോയത്. ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടുപോയി. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്റെ വിശ്വാസങ്ങൾ തെറ്റായിരുന്നു എന്ന്. വേണ്ടാത്തതൊക്കെ ചിന്തിച്ചു കൂട്ടിയത് നീയാ. ആ സങ്കല്പങ്ങളെല്ലാം ഇല്ലാതാക്കിയത് നമുക്കിടയിലുള്ള ബോണ്ടിങ്ങാ. അങ്ങനെ നീ മാത്രം അങ്ങനെ വിചാരിച്ചു. നമുക്കിടയിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു ബന്ധം അല്ലായിരുന്നു. എന്റെ മനസ്സിന്റെ അതിമോഹം കൊണ്ട് തെറ്റിദ്ധരിച്ചു പോയതാ. ഇവനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു? ഞാൻ ആദിശേഷന് വേണ്ടിയാണ് ഇവിടെ വന്നത്. അതിനുവേണ്ടി എത്രമാത്രം പരീക്ഷണങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ഇവനോട് പറയാൻ പറ്റില്ലല്ലോ. ഈശ്വര, മേഡം, നോക്ക്, നീ എന്തൊക്കെയാ വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. നിനക്ക് എന്നെ പറ്റി ഒന്നും അറിയില്ല. എനിക്കതൊന്നും നിന്നോട് പറയാനും കഴിയില്ല. പിന്നെ വന്ന് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യില്ല പ്ലീസ്. ഒരു കാര്യം സത്യ, ഞാൻ ഇത്രയും നാൾ ഒരാളെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാളെ ഞാൻ കണ്ടെത്തി, അത്രേ ഉള്ളൂ. അത് സത്യമാണ്. ഞാൻ നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് തെറ്റിദ്ധരിച്ചു പോയതാ. ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്റെ അച്ഛനെപ്പോഴും ഒരു വാക്ക് പറയാറുണ്ടായിരുന്നു, അർഹതയുള്ളത് മാത്രമേ നമ്മൾ മോഹിക്കാൻ പാടുള്ളൂ എന്ന്. അത് ഞാൻ അന്നേ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കില്ലായിരുന്നു. നിങ്ങളുടെ സെലക്ഷൻ സൂപ്പറാണ് മാഡം. എല്ലാ തരത്തിലും കൊച്ചുമുതലാളി തന്നെയാ നിങ്ങൾക്ക് സൂപ്പർ ജോഡി. അവരുടെ ഗുണങ്ങള്, നല്ല പെരുമാറ്റം, അവരുടെ ആസ്തി, അന്തസ്, സോഷ്യൽ സ്റ്റാറ്റസ്, ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ വന്നു ചേരണ്ടേ? അതൊന്നും നോക്കിയിട്ടല്ല ഞാൻ സ്നേഹിച്ചത്. എന്റെ സ്നേഹത്തെ അതൊന്നുമായിട്ട് കലർത്താൻ ശ്രമിക്കണ്ട. ചേ മാഡം, ഞാൻ അങ്ങനെയൊന്നല്ല ഉദ്ദേശിച്ചേ. ഞാൻ കൊച്ചുമുതലാളിയെ കുറിച്ചൊന്ന് പറഞ്ഞെന്ന് മാത്രം. ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം തന്നു തന്നെ മുതലാളിയാ. ആ ജീവിതത്തില് ഒരു സുഹൃത്തായിട്ട് കൂടെ നടന്നത് കൊച്ചുമുതലാളിയാ. അവര് വളരെ നല്ലവരാ മാഡം. അങ്ങനെയുള്ള കൊച്ചുമുതലാളിക്ക് നിങ്ങൾ തന്നെ കറക്റ്റ് ജോഡി. മാഡം, എന്റെ അമ്മ ഇടയ്ക്ക് പറയാറുണ്ട്, മാഡം കൊച്ചുമുതലാളി ഒരുമിച്ച അത് നല്ല ജോഡി ആയിരിക്കുമെന്ന്. എല്ലാവരുടെയും അഭിപ്രായം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ചു പോയത് തെറ്റല്ലേ? വെറും തെറ്റല്ല, വലിയ തെറ്റാ. അതുപോട്ടെ, വിട്. നിങ്ങൾ രണ്ടുപേരും എന്നും സന്തോഷമായിട്ടിരിക്കണം, അത്രേ ഉള്ളൂ എനിക്ക്. നിങ്ങൾ രണ്ടുപേരും എന്തായാലും ബെസ്റ്റ് പെയർ തന്നെയാ. ഏയ് സുന്ദരേ, ഹായ്. നീയേ എന്റെ കൊച്ചുമുതലാളിയുടെ ഗിഫ്റ്റാ. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എന്റെ കൊച്ചുമുതലാളിയാ. അവര് തന്ന ഈ പ്രാവും ബെസ്റ്റ് തന്നെ. ഇതാ മാഡം. ഹലോ തൃശൂൽ, ഇന്ന് എന്തൊക്കെയാ സംഭവിച്ചെന്ന് എനിക്കറിയണ്ടേ? ഞാൻ ശിവാനിയാ. ഹലോ, താനായിരുന്നോ? ഞാൻ ആക്ച്വലി തൃശ്ശൂലായിരിക്കും. ഓ ഗോഡ്, സോറി. എന്താ പറ്റിയ? ശിവാനി, ഒരു കാര്യം കൺഫേം ആയി. നമ്മുടെ ലൈഫിൽ നമ്മൾ കുറച്ച് ആക്റ്റീവ് ആവണമെങ്കിൽ നമ്മളൊരു പ്രേമത്തിൽ പോയി വീണാ മതി. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു അൺകൺട്രോൾ അവസ്ഥയിലായിട്ടേ ഇല്ല. എനിക്ക് മനസ്സിലായില്ല. എനിക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. എന്റെ മൈൻഡും എന്റെ ഫിംഗേഴ്സും എന്റെ കൺട്രോളിലേ അല്ല. ഞാനൊരു ചിത്രം വരയ്ക്കാൻ പോയിട്ട് എന്താ സംഭവിച്ചെന്നറിയോ തനിക്ക്? എന്നുവെച്ചാ ഞാനാണോ അതിന് കാരണം? ഏയ് അല്ലല്ല, താൻ കാരണമെന്നല്ല പറഞ്ഞേ. എന്റെ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെയാന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. കൊച്ചുമുതലാളി, ശിവാനി, തന്റെ മനസ്സിലും അങ്ങനെ തന്നെയല്ലേ? എന്റെ ഇഷ്ടം ഇന്നലെ തുടങ്ങിയതല്ല. ഏതോ ജന്മത്തിൽ തുടങ്ങിയതാ. ഒടുവിൽ ആ ദൈവം
എന്റെ മനസ്സിലുള്ള ഇഷ്ടത്തെ എന്റെ മുന്നിലെത്തിച്ചു. ഏതോ ജന്മത്തിൽ വെച്ചോ ശിവാനി? ചിലപ്പോ താൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. താൻ എന്തൊക്കെയാ എന്നോട് ഈ പറയുന്നത്? അതൊക്കെ മനസ്സിലാവുന്ന ദിവസം അടുത്ത് വരട്ടെന്നാ ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പോ വേഗം നമ്മുടെ കല്യാണം നടത്തണമെന്നാണോ? ആ, കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴോ ഓർത്തെ. താൻ തന്റെ ഡാഡിയോട് സംസാരിച്ചിരുന്നോ? എന്താ പറഞ്ഞേ? ആ, അത് ആ കാര്യം സംസാരിക്കാൻ വേണ്ടിട്ട് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാനിരിക്കായിരുന്നു. ഓ, എന്റെ വീട്ടിലേക്കോ? താൻ വരുന്നു പറയുമ്പോ തന്നെ എനിക്ക് എത്ര സന്തോഷമാണെന്നറിയോ? അപ്പൊ താൻ വന്നു കഴിഞ്ഞാലോ? ക്യാബ്സ് ഒന്നുമില്ലല്ലോ, എന്താ ചെയ്യാ? ഒരു ഓട്ടോ പോലും വരുന്നില്ല, എന്താ ചെയ്യാ? ത്രിവിക്രമിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ. സോറി ത്രിവിക്രം, ബിസിയാണെന്ന് തോന്നുന്നു. ആ ശിവാനി പറ. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കായിരുന്നു. വഴിയിൽ വെച്ച് കാറ് പഞ്ചറായിപ്പോയി. എന്നെ ഒന്ന് വന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ? ഞാനൊരു ഇമ്പോർട്ടന്റ് പ്രോജക്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. തനിക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ വന്ന് പിക്ക് ചെയ്യാം. കുഴപ്പമില്ല, ബിസി ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഞാൻ ഏതെങ്കിലും ഓട്ടോ കിട്ടുമോന്ന് നോക്കട്ടെ. നോ 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 നോ, താൻ ഓട്ടോയിൽ വരാന്നോ? ഏയ്, അതൊന്നും വേണ്ട ശിവാനി, ഞാൻ അങ്ങോട്ട് വരാം. കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. ശിവാനി, വേണ്ടെന്ന് പറഞ്ഞ വേണ്ട. ഒരു കാര്യം ചെയ്യാം, ഞാൻ തൃശ്ശൂരിൽ അങ്ങോട്ട് അയക്കാം. അവൻ വന്ന് തന്നെ പിക്ക് ചെയ്താവും. വേണ്ട വേണ്ട, ഞാൻ തന്നെ വന്നോളാം. വേണ്ടാന്ന് താൻ പറഞ്ഞു പോയത്. ഞാൻ പറഞ്ഞ തന്നെ. അത് ഇവിടെ അമ്പലത്തിന്റെ അടുത്തുള്ള ആ ഒരു ഗ്രൗണ്ടില്ലേ, അതിനടുത്ത് നിൽക്കുന്നുണ്ട്. 5 minutes. താൻ എവിടെയാണ് അവിടെ എത്തിയിരിക്കും? തൃശ്ശൂർ. ഓക്കെ, തൃശ്ശൂർ. വരുന്നു ബോസ്. എന്താ കാര്യം ബോസ്? തൃശ്ശൂർ ശിവാനി വരുന്ന വഴിക്ക് അവളുടെ വണ്ടി ഒന്ന് പഞ്ചറായി. സോ നീ പോയി അവളെ ഒന്ന് പിക്ക് ചെയ്യണം. ഞാനോ? എന്താടാ അങ്ങനെ ഒരു ചോദ്യം? നീ തന്നെ വേഗം പോ, അവളോടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക പാവം. അല്ല, അത് എന്താ അതും ഇതൊക്കെ? ഗോ ഫാസ്റ്റ്. അതല്ല കൊച്ചു മുതലാളി, അത് നമുക്ക് ഡ്രൈവറോട് പറയാം. ആളവിടേക്ക് പെട്ടെന്ന് ഓടിച്ചെത്തിക്കോളൂല്ലോ. ഞാൻ ഗ്യാരേജിൽ പോയി വണ്ടി എടുത്ത് ഓടിച്ച് ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും ഒരുപാട് സമയമാവില്ലേ? അത്രയും ടൈം അവരോട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ ഡ്രൈവറോട് പറയാം. തൃശ്ശൂർ, എനിക്ക് ടൈം ഇമ്പോർട്ടന്റ് അല്ല, വിശ്വാസമാണ് ഇമ്പോർട്ടന്റ്. നീ പോയാ പിന്നെ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. ശിവാനിക്കും അത് തന്നെയാ സേഫ്. അല്ല, പോവാൻ പറഞ്ഞാൽ പോയേക്കണം, അത്ര തന്നെ. ശരി കൊച്ചു മുതലാളി. കൊച്ചു മുതലാളി കൂട്ടിക്കൊണ്ട് എല്ലാം പറഞ്ഞു. ഒരു മിനിറ്റ് നിൽക്ക്. മാഡം, വണ്ടി എടുക്കട്ടെ? എന്താ ഒന്നും പറയാതെ സൈലന്റ് ആയിട്ടിരിക്കുന്നത്?
പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇപ്പൊ. ഭവനമല്ല നല്ലത്. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഡ്രൈവിങ്ങിന് ഇത്രയും കഷ്ടപ്പാടുണ്ടെന്ന് അറിയുന്നത്. ഈ വഴി എപ്പോ തീരും? വീട്ടിലെപ്പോ എത്തും? എന്തിനാ ഓഫ് ചെയ്തേ? ആ പാട്ട് നല്ലതായിരുന്നല്ലോ. പാട്ട് നല്ലതായിരുന്നു, പക്ഷെ മൂഡ് നല്ലതല്ലല്ലോ. എത്ര മൂഡ് ഓഫിലാണെങ്കിലും സംഗീതം എപ്പോഴും ഒരു പരിഹാരം തന്നെയാ. അതുമല്ല, ഈ പാട്ട് നിനക്ക് ഒരുപാട് ഇഷ്ടാണെന്നുള്ളതും എനിക്കറിയാം. നീ പാടുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാ. അപ്പോ എനിക്കിഷ്ടായിരുന്നു, പക്ഷെ ഇപ്പോ ഇല്ല. ഈ പാട്ട് കേൾക്കുമ്പോ എനിക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരും. പഴയതൊന്നും ഓർക്കാൻ എനിക്ക് താല്പര്യമില്ല. ഭയങ്കര കഷ്ടമാണ്. അയ്യോ, എന്തിനാ ഇത്ര സ്പീഡിൽ പോകുന്നേ? എനിക്ക് തിരക്കൊന്നുമില്ല, പതുക്കെ പോ. കൊച്ചുമുതലാളി മേഡത്തിന് വേഗം കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞതാ. കുഴപ്പമില്ല, പതുക്കെ പോയാ മതി. എനിക്ക് പേടിയാവുക. മേഡത്തിന് സേഫായി ഞാൻ അവിടെ എത്തിക്കും. പേടിക്കേണ്ട ആവശ്യമില്ല. വരൂ ശിവാനി, ഇരിക്കെ. ഐ എം റിയലി സോറി. എനിക്ക് അർജന്റായിട്ട് ഒരു പ്രോജക്റ്റ് നോക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിക്ക് ചെയ്യാൻ തൃശ്ശൂരിൽ വിട്ടത്. കുഴപ്പമില്ല. അല്ല, എന്നിട്ട് അച്ഛനെന്താ പറഞ്ഞു? എന്താണ് ലവ് ബേഡ്സ്, രണ്ടുപേരും കൂടി ഒരു സ്വകാര്യം പറച്ചില് എന്നോട് കൂടി പറയാൻ പറ്റുന്ന കാര്യമാണോ? അതെ ഡാഡി. എന്താന്ന് വെച്ചാ ശിവാനി ഡാഡിയോട് ഒരു കാര്യം പറയാൻ വേണ്ടി തന്നെ വന്നേ. ശിവാനിയുടെ അച്ഛനോട് എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചു. റിയലി വെരി നൈസ്. എന്തു പറഞ്ഞു? അത് ഡാഡ് പ്രസന്റ്ലി വളരെ ബിസി ആയിട്ടിരിക്ക. സീരിയസ് ആയിട്ടുള്ള ഒരുപാട് മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാനുണ്ടെന്ന്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സും അങ്ങനെ കിട്ടാനില്ല. അതുകൊണ്ട് വരാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഗുരുക്കളാണെങ്കിൽ നിശ്ചയത്തിന്റെ തീയതിയും കുറിച്ചൊന്നല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അത് കാര്യമൊക്കെ തന്റെ ഡാഡി ഇല്ലെങ്കിലും എൻഗേജ്മെന്റ് നടത്തുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. എനിക്ക് കുഴപ്പമില്ല. സാറ് എന്ത് പറയുന്ന അതുപോലെ. ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ വൈകിക്കണ്ട. ഗുരുക്കളോട് പറഞ്ഞ് നല്ലൊരു മുഹൂർത്തം കുറിച്ച് വാങ്ങിക്കാം. അല്ല ഡാഡി, അപ്പൊ എൻഗേജ്മെന്റ് എപ്പോ നടത്തുന്ന? എത്രയും പെട്ടെന്ന് തന്നെ. എടാ തൃശ്ശൂർ, നീ എന്താണ് ഇവിടെ നിന്ന്? എന്താ അകത്തേക്ക് വരാതിരുന്നത്? അത് കൊച്ചുമുതലാളി, നിങ്ങൾ അകത്തെന്തോ സംസാരിക്കായിരുന്നില്ലേ? അപ്പൊ ഞാൻ അകത്തേക്ക് വരുന്നത് ശരിയല്ലല്ലോ. ഒരു ജോലിക്കാരൻ എവിടെ നിൽക്കണോ അവിടെ നിൽക്കുന്നതാ നല്ലത്. ഓക്കെ, ഒന്ന് പുറത്തു വേണം. നീ കാറി കയറ്. അതിന് ഞാനെന്തിനാ വരുന്ന കൊച്ചുമുതലാളി? നിങ്ങൾ പോയിട്ട് വരൂ. നീ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി തൃശ്ശൂർ. എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. മുമ്പായിരുന്നെങ്കിൽ ഞാൻ വിളിക്കുന്നതിനേക്കാൾ മുമ്പേ നീ ഓടിച്ചാടി വരികയായിരുന്നു. ഇപ്പൊ നിന്നെ വിളിച്ചിട്ട് പോലും വരുന്നില്ല. നിനക്കെന്താ പറ്റിയേ? എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശിവാനി ഒന്ന് പറഞ്ഞു നോക്ക്. ത്രിവിക്രം ഇത്രയും വിളിച്ചോണ്ടിരിക്കല്ലേ? വാ. ഇവൻ ആര് പറഞ്ഞാലും കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതോ ഒരു പെണ്ണിനെ ഇവൻ പ്രേമിക്കുന്നുണ്ട്. അത് ആരാന്ന് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. മോസ്റ്റ്ലി അവള് പറഞ്ഞ ചിലപ്പോ അവൻ കേൾക്കുമായിരിക്കും. എന്താടാ, അത് ആരാന്ന് പറ, ഞാൻ വിളിച്ചോണ്ട് വരാം. അങ്ങനെ ആരും ഇല്ല എന്റെ കൊച്ചുമുതലാളി. നാണം, അവന്റെ നാണം കണ്ടില്ലേ? ശരി, ആയിക്കോട്ടെ. അതാരാന്ന് നീ തന്നെ എന്നോട് വന്ന് പറയുന്ന എനിക്ക് നല്ല ഉറപ്പാ. ഇപ്പൊ നീ വണ്ടി കയറി, സമയമില്ല. അതെന്തിനാണെന്നേ? നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വാ. ഇടയില് ഞാൻ വെറുതെ എന്തിനാ സ്വപ്നത്തിലെ കട്ടുറുമ്പായിട്ട്? എനിക്ക് കട്ടുറുമ്പിന് ഭയങ്കര ഇഷ്ടം. നീ വന്നേ വന്നേ വന്നേ. പക്ഷെ എനിക്കതിഷ്ടമല്ലല്ലോ. ഏയ് തൃശ്ശൂർ, നീ വന്ന് വണ്ടി കയറി ചെല്ലേ. വണ്ടി കയറ. ശിവാനി വാ, കേറ്. തൃശ്ശൂർ
ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ രണ്ടാളുടെയും ഇടയിൽ വിട്ട് വല്ലാത്തൊരു അവസ്ഥ അത് എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്തിനാ എന്നെ പരീക്ഷിക്കുന്നത്? കൊച്ചുമുതലാളി, അത് പിന്നെ വഴി വളരെ മോശമാ. നോക്കി വണ്ടി ഓടിക്കും. ഓ ഓക്കെ ഓക്കെ, ഐ നോ, ഡോണ്ട് വറി തൃശ്ശൂർ, റിലാക്സ്. കൊച്ചുമുതലാളി, ആ കാണുന്ന റൈറ്റ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ലെഫ്റ്റ് എടുക്ക്. നമ്മളെന്തിനാ ഈ വഴി കൂടെ വെറുതെ പോകുന്നത്? എന്താടാ, എനിക്ക് ഇവിടുത്തെ വഴിയൊന്നും അറിയില്ലേ? നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടാ?